റസിയ മിസ് നിങ്ങളുടെ ടീച്ചേഴ്സ് ഡേയുമായി ബന്ധപ്പെട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നോ? ആ ഗ്രൂപ്പിന് ഒരു പേരിടാൻ ഞാൻ പറഞ്ഞിരുന്നോ? ആ പേര് നിങ്ങൾ ഇട്ടല്ലോ, എന്നോട് പറഞ്ഞില്ലല്ലോ, എന്നെ കാണിച്ചിട്ടില്ലല്ലോ, എന്നെ അറിയാനൊരു സാധ്യതയില്ലല്ലോ. ആ പേര് തന്നെ ഇങ്ങനെ മനസ്സിൽ റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ആ പേര് തന്നെ. ഇത് ഞാനൊന്ന് ട്രൈ ചെയ്യാണ്. ശരിയായ എനിക്ക് കയ്യടി തരുമോ? ഇല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തരുത്. ഞാൻ ഇതിലൊരു വിദ്യാർത്ഥി മാത്രമാണ്. ഓക്കെ, അത് എന്നെ മനസ്സിലാലോചിച്ചുകൊണ്ടിരുന്ന കുറേശ്ശെ എന്നെ തന്നെ നോക്കെ. അയ്യോ പോയി. ഓക്കെ, അവസാനത്തെ ഇംഗ്ലീഷ് ലെറ്റർ എ ആണോ? ഉറപ്പാണോ? ആദ്യത്തത് എസ് ആണോ ഇംഗ്ലീഷ് ലെറ്റർ? അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര് നെക്സ്റ്റ്. നിങ്ങൾ എല്ലാം പേരിട്ടിട്ടുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷെ അത് നിങ്ങൾ മാറ്റി, അതിന്റെ പിന്നെ വേറെന്തോ ആക്കി മാറ്റി. നിങ്ങൾ ഏറ്റവും പിന്നിൽ പോയിട്ട് എല്ലോ എന്ന് പേരിട്ടെ. ആരും പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞു പോലും, എനിക്ക് ഒരു രക്ഷയില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ ആ ഭാഗത്ത് വന്നിട്ട് പോലും ഞാൻ അങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷെ എല്ലോയുടെ കൂടെ വേറെ എന്തോ ഒരു മാജിക് സംഭവിച്ചു, എന്നെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. എന്നാൽ ഇനിയിപ്പോ ഞാൻ വിതിൻ 1 മിനിറ്റ് ഞാൻ അതെന്താണെന്ന് പിന്നെ എടുക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അതിലെന്താ മനസ്സിലാലോചിക്കും. യെല്ലോയുടെ കൂടെ നിങ്ങൾ ആഡ് ചെയ്തത് നമ്മൾ വീട് പണിക്ക് ഉപയോഗിക്കുന്ന എന്തെങ്കിലും മെറ്റീരിയൽ ആണോ? ആണോ? ഓട് ആണോ? അല്ല അല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറയാതെ പറയരുത്. ഓക്കെ, അതിന്റെ കൂടെ ആഡ് ചെയ്തത് നമ്മൾ മുറ്റത്തൊക്കെ വിരിക്കുന്ന